ശ്രീ എ സജീവൻ, അങ്ങയുടെ ഓർമ്മയിൽ പോലും ഇതുപോലൊരു രക്ഷാപ്രവർത്തനം, ഈ ദുരന്തമുഖത്ത് ഈ വലിയ ഇടപെടൽ അങ്ങയുടെ ഓർമ്മയിൽ പോലും ഒരുപക്ഷെ ഉണ്ടായി കാണില്ല. അത്ര വലിയ സജീവമായ രീതിയിലുള്ള ഒരു ആശ്വാസ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. പക്ഷേ നോക്കൂ, ഈ ദുരന്തം നടന്ന് അടുത്ത ദിവസങ്ങളിൽ വലിയ വിവാദം സൃഷ്ടിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായൊരു ശ്രമമുണ്ടായി. ഈ അവിടെ വിതരണം ചെയ്ത ബ്രെഡിൽ പൂപ്പലുണ്ട് എന്നുള്ള തരത്തിലൊക്കെ വലിയ വിവാദം വന്നു. പക്ഷേ അത്തരത്തിൽ സർക്കാർ സംവിധാനം ബ്രെഡ് പോലും കൊടുത്തിട്ടില്ല എന്നിട്ടല്ലേ പൂപ്പൽ വരുന്നത് എന്ന ഒരു റവന്യൂ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആ വിവാദം കെട്ടടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ നോക്കൂ, ഈ 30 ദിവസങ്ങളിൽ കാര്യമായ ഒരു തരത്തിലുള്ള വലിയ വിവാദങ്ങളും ഒന്നും ഇല്ലാതെയാണ് ഈ ശാശ്വതമായൊരു പുനരധിവാസം എന്ന വലിയ തലത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്, ആ സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇടപെടലുകളെ കാണേണ്ടത്? ഇല്ല, ഇവിടെ നേരത്തെ സനോജ് പറഞ്ഞ പോലെ കേരളത്തിന്റെ മഹത്വം കൃത്യമായിട്ടും വെളിപ്പെടുത്തുന്ന ഒന്നാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഈ ദുരന്തത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ കേരളം ഒറ്റക്കെട്ടായിട്ട് മറ്റെല്ലാം മറന്നുകൊണ്ട് രംഗത്ത് വരും. അത് ഭരണകൂടമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും തൊഴിലാളി സംഘടനകളാണെങ്കിലും യുവജന സംഘടനകളാണെങ്കിലും ഒക്കെ വരുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇവിടെ സനോജ് പറയുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതാക്കന്മാരും ആ ദിവസം മുതൽ അവിടെ നിൽക്കുകയും ഇപ്പോൾ ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ, അവിടെ ഒരു ജീപ്പ് ജീപ്പ് നഷ്ടപ്പെട്ട ഒരാൾക്ക്, ജീപ്പ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പല ആളുകളും ഇല്ലാതായി. അങ്ങനെയുള്ള ഒരാൾക്ക് അത് കൊടുത്തിട്ടാണ് ഇതാണ് അഭിമാനം എന്ന് പറയുന്നത്. ഇതിനിടയിൽ താങ്കൾ പറഞ്ഞതുപോലെ പാഷാണത്തിൽ കൃമികൾ എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ദോഷൈക ദൃക്കുകളായിട്ട് കുറെ പേരുണ്ടാകും. അതിൽ പലപ്പോഴും രാഷ്ട്രീയം കലർത്തിയിട്ടുള്ളതാണ്. കേരളത്തിലെ ഒരു ദുരന്തം എന്ന് പറയാവുന്നത് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തും. ഇതിവിടെ നിപ്പയുടെ കാര്യത്തിലാണെങ്കിലും കോവിഡിന്റെ കാര്യത്തിലാണെങ്കിലും 2018 ഈ പ്രളയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതേപോലെ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള വടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നടക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത്തരത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, 2018 മുതൽ പക്ഷെ ഉണ്ടായാലും ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാവുന്ന 2024 ഈ ഉരുൾപൊട്ടലാണല്ലോ. അപ്പൊ ഇതുവരെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്താൻ ഇവിടെ ആളുകൾ ഉണ്ടാകും, മറ്റു പല സ്ഥലങ്ങളിലും ഇല്ലാത്ത പോലെ. ഇപ്പൊ കർണാടകയുടെ കാര്യം പറഞ്ഞ പോലെ അവിടെയൊക്കെ ആളുകൾ എത്താൻ മടിക്കുമ്പോൾ, അവിടെയൊക്കെ സർക്കാർ സംവിധാനങ്ങൾ പോലും എത്താൻ വൈകുന്ന സമയത്ത് ഇവിടെ രംഗത്തിറങ്ങാൻ ആളുകളുണ്ട്, യുവജന സംഘടനകളുണ്ട്. അവർ ഏത് രീതിയിലും തങ്ങൾ ഇതിനൊക്കെ തയ്യാറാണെന്ന് പറയുന്നു. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ 2018 നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ മഹത്വം. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ രംഗത്തെത്താൻ ഉണ്ടാവുന്ന ഒരു സന്മനസ്, അതാണ് കേരളത്തിന് പ്രത്യാശ നൽകുന്നത്. ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പൊ ബ്രെഡിൽ പൂപ്പലുണ്ടെന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവർക്ക് വേറെ ഒന്നും കിട്ടാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു രീതിയാണ്. അതല്ല നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം 2018 വെള്ളപ്പൊക്കം നമ്മൾ ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ 2024 ഇത്രയും ഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടൽ ആ പ്രദേശങ്ങളിൽ, മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും, കാരണം അത്രയും വലിയ മലകളും കുന്നുകൊണ്ടുള്ള സ്ഥലമല്ല. പക്ഷേ ഇതുണ്ടാകും. ഇപ്പൊ വിദഗ്ധ സമിതി അവിടെ പഠനം നടത്തിയിട്ട് പറഞ്ഞുള്ളത് വയനാട്ടിലെ ഏതാണ്ട് 30% സ്ഥലങ്ങള്, പ്രദേശങ്ങള് തീവ്രമായ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളാണ് എന്നാണ്. അതിനർത്ഥം സ്വാഭാവികമായിട്ട് ഏത് സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. ഈ 30% സ്ഥലത്തും ജനങ്ങൾ ധാരാളം താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് 2024 ശേഷം ഇനിയൊക്കെ സർക്കാർ ഉത്തരവിലൂടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളൊക്കെ പറയുന്നതിൽ കാര്യമില്ല. ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ തടയാം? അപ്പൊ ഇത് സർക്കാർ ഇവിടെ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിൽ പഠിക്കാനായിട്ട് ഭൗമശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘമുണ്ട്, അവർ വിദഗ്ധ സംഘമുണ്ട്. അവർ എവിടെയാണ് ഇനി വീട് വെച്ച് നൽകേണ്ടത് എന്ന് അവരുടെ നിർദ്ദേശം ഉണ്ടാകും. ആ നിർദ്ദേശിക്കുന്ന സ്ഥലത്താണ് പെർമനന്റ് ആയിട്ടുള്ള വീടുകൾ. ഇപ്പൊ താൽക്കാലിക സംവിധാനങ്ങളെ കുറിച്ചാണ് പറയുമ്പോൾ സർക്കാർ മുഖ്യമന്ത്രി ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞിട്ടുള്ളത് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് നിർമ്മിക്കും. അത് ഒറ്റ നില വീടായിരിക്കും. പിൽക്കാലത്ത് 2 നിലയിലേക്ക് ഉയർത്താവുന്ന തരത്തിലുള്ള ബലപ്പെടുത്തലോട് കൂടിയിട്ട്, തറ ബലപ്പെടുത്തലോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് നല്ല കാര്യം. അത് ഉണ്ടാക്കുന്ന സ്ഥലം പോലും ഇത്തരത്തിൽ ഇനിയൊരു ദുരന്തത്തിന് സാധ്യതയില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ അതിനൊക്കെ സമയമെടുക്കും. എന്തുകൊണ്ട് പിറ്റേ ദിവസം തന്നെ വീടുണ്ടാക്കി കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ പറയുന്നുണ്ട്. ഈ വാടകയ്ക്ക് പോകുമ്പോൾ അതിനുള്ള ഈ എന്താണ് ഈ
എന്താണ് റെസീറ്റിനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിന്റെ പ്രശ്നം. സ്റ്റാമ്പ് പേപ്പർ അത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അവിടെ പോയിട്ട് കിട്ടിയില്ല, അത് സർക്കാരിന്റെ കുഴപ്പം. സർക്കാരിന്റെ കുഴപ്പമില്ല, സ്റ്റാമ്പ് പേപ്പർ ഉണ്ടാക്കിയിട്ട് ഇവിടെ ദുരന്തം ഉണ്ടാവുക, ഇവിടെ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൊടുക്കണമെന്ന് പറയാൻ സർക്കാരിന് പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഇത്രയും കൃത്യമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളും വലിയ പരാതികളും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എങ്കിൽ അത് സർക്കാരിന്റെ, ഇവിടെയുള്ള ജനങ്ങളുടെ നന്മയുടെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.